സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടിവന്ന മഹായോദ്ധാവായിരുന്നു അംഗരാജാവ് മഹാരഥൻ കർണൻ. കുന്തിയുടെ മന്ത്രപരീക്ഷണത്തിന്റെ ഫലമായി സൂര്യദേവനിൽ നിന്നും കവചകുണ്ഡലത്തോടുകൂടി പിറന്ന ആദ്യപുത്രൻ. സമൂഹത്തോടുള്ള ഭയം കാരണം ഒരുപാട് സങ്കടത്തോടുകൂടി കുന്തി ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി അശ്വാനദിയിൽ ഒഴുക്കിക്കളഞ്ഞു. പിന്നീട് ആ പൈതൽ ഒഴുകി ചെമ്പാപുരിയിലെ ഒരു പുഴക്കരയിൽ എത്തിച്ചേർന്നു. പിന്നീട് ഭീഷ്മപിതാമഹന്റെ തേരാളി അതിരഥൻ കർണനെ കിട്ടുകയും അതിരഥനും ഭാര്യ രാധയും ആ കുഞ്ഞിനെ സ്വന്തം പുത്രനായി വളർത്തുകയും ചെയ്തു. ഭാരതവർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധനുർധാരിയാവൻ കർണൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സൂതകുലത്തിന്റെ ധർമ്മമനുസരിച്ച് നല്ലൊരു തേരാളി ആവണമെന്നും ക്ഷത്രിയർക്കു മാത്രമേ ആയുധവിദ്യ അഭ്യസിക്കാൻ അർഹതയുള്ളൂ എന്നും അതിരഥൻ കർണനോട് പറയുന്നു. തന്റെ ലക്ഷ്യബോധം സായുക്തമാക്കാൻ കർണൻ ഒരുപാട് പരിശ്രമിച്ചു. പിന്നീട് കർണൻ നല്ലൊരു ഗുരുവിനെ അന്വേഷിച്ച് ഗുരുദ്രോണാരുടെ പക്കൽ എത്തുകയും തനിക്കും അസ്ത്രശസ്ത്രവിദ്യ അഭ്യസിച്ചു തരണമെന്നും അഭ്യർത്ഥിച്ചു. സൂതകുല സമ്പ്രദായമനുസരിച്ച് നിനക്ക് ആയുധാഭ്യാസം പ്രാവീണ്യമാക്കാനുള്ള അവകാശമില്ലെന്നും ദ്രോണർ കർണനെ ശ്വാസിക്കുന്നു.